അതും കൂടെ അപ്പോൾ നമ്മൾ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഡ്രാമ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി വരാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ തോന്നണമെന്നില്ല. നമ്മൾ കുറച്ചുകൂടെ അതിലൊരു എക്സ് ഫാക്ടർ എന്തെങ്കിലും പുഷ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ ആ ഒരു കൺവേർഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതൊരു നമുക്കൊരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഈ സിനിമ ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും ഭയങ്കര റോ റസ്റ്റിക് ഫീലുള്ള ഒരു സിനിമ, ഇതെങ്ങനെ തിയേറ്ററിൽ കൺവേർഷൻ നടക്കും? നല്ല സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇത് തിയേറ്ററിൽ എത്രമാത്രം ഇത് വർക്ക് ചെയ്യും, എത്രമാത്രം ക്രൗഡ് കൊള്ളിയാൻ പറ്റും എന്നുള്ളത് മേജർ കൺസേൺ ആയിരുന്നു. എന്നാൽ പോലും നമ്മൾ മാക്സിമം ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ എല്ലാ പ്രൊമോഷൻ, എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ബാക്കി ഓൺലൈൻ മാർക്കറ്റിംഗ് ടീമും പ്രൊഡക്ഷനും ഒക്കെ എഫേർട്ട് എടുത്തിട്ടാണ് അതിൻ്റെ ഒരു ഇതെത്തിയത്. തിയേറ്ററിൽ ഒരു ഹിറ്റ് എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് പ്രൊഡ്യൂസർ ലാഭകരമായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള റിസപ്ഷൻ, ഇത് ഈ സിനിമ ഡിസേർവ് ചെയ്യുന്ന റിസപ്ഷൻ, ആ സമയത്ത് നമുക്ക് ഇനി ഈ സിനിമ ആൾക്കാർ കാണാനുണ്ടല്ലോ, ഈ സിനിമ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഈ സിനിമ അങ്ങനെ കാണാതെ പോകേണ്ട സിനിമയല്ല. കാരണം അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, എഴുതപ്പെട്ടിട്ടുള്ള, ഡയറക്ട് ചെയ്തപ്പെട്ടുള്ള, അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഇത് കാണാതെ പോകരുതെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പക്ഷേ OTT ഇറങ്ങിയപ്പോൾ അതാണ് നല്ല സിനിമയും സത്യസന്ധമായിട്ടുള്ള ഒരു എഫേർട്ടും ഒരിക്കലും ആരും നോട്ടീസ് ചെയ്യാതെ പോവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പൊന്മാൻ തന്നെയാണ്. ആ രീതിയിൽ പൊന്മാൻ തിയേറ്ററിൽ OTT ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തു. അതായത് ഈ പറയുന്ന റിവ്യൂസ്, എല്ലാ സ്ഥലത്തു നിന്നും റിവ്യൂസ്, നമുക്ക് മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇതിൻ്റെ റീലുകൾ, ആ ലോഡ്ജിലെ സീനൊക്കെ തമിഴിലും തെലുങ്കിലും ഒക്കെ ആ സീൻ ഡബ് ചെയ്തിട്ട് റീലുകളായിട്ടൊക്കെ തമിഴിലും തെലുങ്കിലൊക്കെ ആക്ടേഴ്സ് നമുക്ക് വാട്സാപ്പിൽ അയച്ചു തരുന്നുണ്ട്. അത് ഹാവ് യു സീൻ ദിസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനത് എപ്പോഴേ കണ്ടു. അപ്പോൾ ഇത് ഭയങ്കര റിലേറ്റബിൾ ആണല്ലോ. അത് ഇവഞ്ച്വലി ഇത് ഒരു ഗോൾഡിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും അജേഷിന്റെ ക്യാരക്ടർ, അജേഷിന്റെ ഫൈറ്റ്, അത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മെജോറിറ്റിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന കറക്റ്റല്ലേ ഒരു ക്യാരക്ടറാണ്. അതല്ല, അങ്ങനെ പറഞ്ഞു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അജേഷ് ഒരുപാട് പേർക്ക് ഭയങ്കര കൂടെ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അല്ലെങ്കിൽ OTT കണ്ടു കഴിഞ്ഞപ്പോഴും അജേഷ് കൂടെ അങ്ങ് പോന്നു. അപ്പം അത് ഇപ്പോൾ ഏതോ ഒരു കമ്പനി ആ സമയത്ത് ആരോ എനിക്ക് അയച്ചു തന്നതാണ്. ആ കമ്പനി അവരുടെ എംപ്ലോയീസിന് എല്ലാവരെയും കൂടെ ഒരു ബൾക്ക് ബുക്കിംഗ് ചെയ്തിട്ട് ആ കമ്പനി അവരെ മൊത്തം ഈ സിനിമ കൊണ്ടുപോയി തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. കാരണം അത് അവർക്കൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ആ സിനിമ കണ്ടതിന് ശേഷം. അത് ഫൈറ്റ് ചെയ്യുക, സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആണല്ലോ. അപ്പം അതിലൊരു ഒരു ഹീറോയിസം ഉണ്ട്, അതിലൊരു എന്താ പറയുക, ഒരു മാസമുണ്ട് ഈ പറയുന്ന പോലെ. പല റിവ്യൂസിലും അതൊക്കെ വായിച്ചായിരുന്നു. അത് ശരിക്കും മാസ് അജേഷിന്റെ ക്യാരക്ടറാണ്. അജേഷാണ് ഈ പറയുന്ന വലിയ മസിലോ ശരീരമോ ഒന്നുമല്ല, ഈ മനസ്സിലാണ് ശരിക്കുള്ള മാസ് എന്ന് പലരെയും തോന്നിപ്പിച്ചൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ OTT ഇറങ്ങിയതിന് ശേഷം ഈ സിനിമ ശരിക്കും ഡിസേർവ് ചെയ്ത ആൾക്കാരിൽ എത്തിയെന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇന്ന് അതിൻ്റെ ഭാഗവും കൂടെ ആയിട്ടാണ് നമ്മളൊരു സക്സസ് സെലിബ്രേഷൻ എന്നുള്ളൊരു പോയിന്റിൽ ഇവിടെ വന്നിങ്ങനെ ഒരു ജേർണി ശരിക്കും അതിനൊരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഒരുപാട് അഭിമാനിക്കുന്നു. എല്ലാവർക്കും ഇതിൻ്റെ കൂടെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിച്ച എല്ലാവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച് ബേസിൽ. ആ പറഞ്ഞതൊരു പോയിന്റ് ആണ് കേട്ടോ. ഒരു സിനിമയിൽ മാസ് കാണിക്കേണ്ടത് ഫിസിക് കാണിച്ചു മാത്രമാവണം.